എനിക്ക് പറയാനുള്ളത്. ഈ ദുർബലമായ ഹദീസാണ് അവസാനം ഒരു തെളിവുമില്ല എന്ന് വന്നപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, മതത്തിലുള്ള ഒരു പൊതു നിയമമാണ് അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ എന്നതിന്. അല്ലാത്തവരോട് സഹായം തേടാം, അത് ശിർക്കല്ല എങ്കിൽ അതിന് പ്രമാണം വേണം, അതിന് തെളിവ് വേണം. മനുഷ്യനോട് മനുഷ്യ കഴിവിൽപ്പെട്ടത് ചോദിക്കാം, അതിന് ആയത്തുണ്ട്, അതിന് ഹദീസുണ്ട്, പ്രവാചകന്റെ സഹാബത്തിന്റെ നടപടിക്രമമുണ്ട്. എന്നാൽ ജിന്നിനോട് സഹായം ചോദിക്കാം, അത് ശിർക്കാവില്ല. മലക്കിനോട് സഹായം ചോദിക്കാം, അത് ശിർക്കാവില്ല. അതിന് എവിടെയാണ് പ്രമാണം? അതിന് എവിടെയാണ് തെളിവ്? ഒരായത്ത് ഉദ്ധരിക്കാമോ? ഒരു ഹദീസ് ഉദ്ധരിക്കാമോ? ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇത് പരസ്യമായി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തുടങ്ങിയത് എന്നാണോ അന്ന് തുടങ്ങിയ ഈ ചോദ്യത്തിന് ഇന്ന് വരെ മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ആരെങ്കിലും ആ വാദം കേട്ട് വസ്വാസായി തെറ്റിദ്ധരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഉദാഹരണം പറഞ്ഞത് അതുകൊണ്ടാണ്. ഇവിടെ ആർക്കും ആരോടും വിരോധമില്ല, വാശിയും തർക്കവുമില്ല, വിഷയത്തോടുള്ള സമീപനമാണ്. ഇത് തൗഹീദാണ്, ഇതിൽ മായം ചേർക്കാൻ പറ്റില്ല. ശിർക്കിലേക്കുള്ള വഴി ചൂണ്ടിക്കാണിച്ചാൽ ആ വഴിക്ക് പോയവൻ ശിർക്കിലാണ് ചെന്ന് വീഴുന്നത്. ശിർക്കാണോ ശിർക്കിലേക്കുള്ള വഴിയാണോ എന്നത് മാത്രമാണത്രേ ഈ തർക്കം. എങ്കിൽ എന്തിനാണ് ഈ ശിർക്കിലേക്കുള്ള വഴിയുമായി നടക്കുന്നത്? ആളുകൾക്ക് ശിർക്കിന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കാനാണോ? ആ വഴിയിലേക്ക് നയിക്കാനാണോ? ആ വഴി കാണിച്ചു കൊടുക്കാനാണോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നാളിതുവരെയുള്ള പണ്ഡിതന്മാര് പ്രവർത്തിച്ചത്? അതാണോ ഒരു മുജാഹിദ് പ്രബോധകൻ, ഒരു മുജാഹിദ് പ്രവർത്തകൻ? അത് ശിർക്കിലേക്കുള്ള വഴിയാകുള്ളൂ. അത് അഹ്മദ് ബിൻ ഹംബലും ചെയ്തിട്ടുണ്ട്, അത് ഷൗക്കാനും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അഹ്മദ് ബിൻ ഹംബലിനേക്കാൾ വലിയവനൊന്നുമല്ല, ഷൗക്കാനിയേക്കാൾ വലിയവനല്ല. അവരൊക്കെ ചെയ്തെങ്കിൽ അവർ ചെയ്തതുപോലെ എനിക്കും ചെയ്യാം എന്നല്ലേ ഈ പ്രസംഗം കേൾക്കുന്ന സാധാരണക്കാരൻ വിചാരിക്കുന്നത്? ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ ആവശ്യമില്ലാത്ത കുതർക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തെളിവില്ലാത്ത കാര്യമാണ് ഇവിടെ ഈ സമൂഹത്തിൽ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ലെങ്കിൽ, സഹായം ചോദിക്കാമെങ്കിൽ അതിനുള്ള ഒരു തെളിവ് ഉദ്ധരിക്കാമോ? ഈ ചോദ്യത്തിന് ജബ്ബാർ മൗലവിക്ക് മറുപടിയില്ല, സക്കരിയ സനാഹിക്ക് മറുപടിയില്ല. ഇപ്പോൾ ഇതിന് ഇവരെ ന്യായീകരിച്ച് നടക്കുന്ന ചില ആളുകൾ, കഥയില്ലാത്ത ആളുകൾ, കഥയറിയാതെ ആടിയവർ, അവരിപ്പോഴും വീണ്ടും ആടിക്കൊണ്ടിരിക്കുകയാണ്. ദമാമിൽ നിന്ന് ഒരു വിദ്വാൻ വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിന് മനുഷ്യനോടും മനുഷ്യന് ജിന്നിനോടും സഹായം ചോദിക്കാം എന്ന് ഏതോ ഒരു ശൈഖ് മുഖ്ബിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ഇത് അനുവദനീയമാണ് എന്നതിന് ആയത്ത് തന്നെ തെളിവുണ്ട് എന്ന് കാണിക്കാനാണ്. അവിടം വരേക്ക് ഈ വിഷയത്തിൽ ആളുകൾ അതപ്പതിച്ചുപോയി. ഇതാണ് ഇന്നത്തെ അവസ്ഥ. പക്ഷേ ഞാൻ പടച്ചവനെ പേടിയുള്ള, തന്റെ വിശ്വാസത്തെ സംബന്ധിച്ച് ബോധമുള്ള, ഈ വസുവാസ് കേട്ട് തെറ്റിദ്ധരിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് വളരെ വളരെ വിനയത്തോടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ തെറ്റിദ്ധരിച്ചവരോട് നിങ്ങൾ ചോദിക്കണം. ജിന്നിനോട് വയ്യാക നസ്തഈൻ, അല്ലാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ എന്ന ഈ ആയത്ത്, ഇതിൽ നിന്ന് ഭിന്നമായി അല്ലാഹുവല്ലാത്തവരോട് സഹായം ചോദിക്കാം, അത് ശിർക്കാവില്ല എങ്കിൽ അതിന് തെളിവ് വേണമല്ലോ, പ്രമാണം വേണമല്ലോ. ആയത്തുണ്ടോ, ഹദീസുണ്ടോ? ജിന്നിനോട് സഹായം ചോദിക്കാമെന്നതിന്, അത് ശിർക്കല്ല എന്നതിന് ആയത്തുണ്ടോ, ഹദീസുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കും.